വാഴ്ത്തപ്പെട്ട ഈ നല്ല ഉയർപ്പിൻ്റെ പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഒരുമിച്ച് ഈ ഒരാഴ്ചയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് വലിയൊരു സാവകാശം നൽകി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോലെ സമപ്രായരായിരിക്കുന്ന അനേകരെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമുക്ക് ദൈവത്തെ നമ്മളെ വീണ്ടെടുത്തവനെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ദൈവം നമുക്ക് തന്ന സാവകാശനായ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന് നാം മഹത്വം എടുക്കുമാറാട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഗിരിപ്രഭാഷണത്തിലെ 5-6 അധ്യായങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയ ആ കൽപ്പനകൾ അല്ലെ ഉപദേശങ്ങൾ, അത് വളരെ അടിവരയിട്ട് നമ്മൾ അനുദിന ജീവിതത്തിൽ അനുസരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പലയിടങ്ങളിലും നമുക്ക് അത് കേൾക്കാൻ കഴിയാതിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 7-ാം അധ്യായത്തിൻ്റെ ഈ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പാനം പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാണ്. അതിൻ്റെ താഴെ വായിക്കുന്ന ഉപരിതലത്തിൽ, അതായത് മണലിൻ്റെ മേൽ വീട് പണിത മനുഷ്യനെ കുറിച്ച് വായിക്കുന്നു. ഈ 2 പേർക്കും കാറ്റൊരുപോലെയായിരുന്നു, പ്രതികൂലം ഒരുപോലെയായിരുന്നു. 2 കൂട്ടർക്കും ഒരുപോലെ ദൈവം കാറ്റടിച്ചത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയുണ്ട്: നീതിമാന്മാരുടെ മേലും നീതികെട്ടരുടെ മേലും അവൻ സൂര്യൻ ഉദിപ്പിക്കുകയും മഴ പെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ദൈവവൈതലായതുകൊണ്ട് എനിക്ക് രോഗം വരികയില്ലെന്നോ, ദൈവവൈതലല്ലാത്തവന് രോഗം വരുമെന്നല്ല അതിൻ്റെ അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സകല മനുഷ്യരും. സകലരെയും ദൈവം സ്നേഹിക്കുന്നു. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകി കൊടുക്കുന്നു. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ആ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്നു ശേഷം ശിഷ്യന്മാരടുക്കൽ വന്നു. അവൻ തിരുവായും ഒഴിഞ്ഞ് അവരോട് ഉപദേശിച്ചെന്നാൽ, ആത്മാവിൽ ദരിദ്രന്മാർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമ്മളിവിടെ വായിച്ചു, അവൻ മലമേൽ കയറി, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാരെടുക്ക വന്നപ്പം അവരോടാ പറഞ്ഞത്, പുരുഷാരത്തോടല്ല പറഞ്ഞത്. കർത്താവിനെ അനുഗമിച്ച ഒരു വലിയൊരു പുരുഷാരമുണ്ടായിരുന്നു. പക്ഷേ അവരോടല്ല ഈ സത്യം കർത്താവ് പറയുന്നത്. ഇവിടെ പറയുന്നത് കാര്യം പുരുഷാരത്തെ കൊണ്ടല്ല പറഞ്ഞത്. ശിഷ്യന്മാരെടുക്ക വന്നപ്പോൾ അവരോട് പറഞ്ഞ്, ആത്മാവിൽ ദരിദ്രന്മാർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ ഭൗതിക ദാരിദ്ര്യം നമ്മളെ പല ജോലികൾ എടുക്കാൻ, എത്ര പ്രതികൂലങ്ങളായിരിക്കുന്ന ജോലികൾ എടുക്കാനും എത്ര പ്രതികൂലങ്ങൾ അനുഭവിക്കാനും നമ്മൾ തയ്യാറാണ്. എന്നാൽ ആത്മാവിലുള്ള, പലപ്പോഴും ശരിക്കും നമ്മൾ തൃപ്തരാകേണ്ടത് ഭൗതിക കാര്യത്തിൽ നമ്മൾ തൃപ്തരാകുകയും ആത്മീയ കാര്യത്തിൽ നമ്മൾ തൃപ്തി ഇല്ലാത്തവരായി തീരുകയും ചെയ്യേണ്ട അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മൾ നേരെ തലതിരിഞ്ഞാണ് നമ്മളിലുള്ളത്. നമ്മൾ ഭൗതിക കാര്യങ്ങളിലാണ് പലപ്പോഴും തൃപ്തി ഇല്ലാത്തവരായി, അതിനുവേണ്ടി വളരെയധികം അഹോരാത്രം അധ്വാനിക്കുന്നവരാണ്. ഇവിടെ ദൈവത്തിന് വരുമ്പോൾ ആത്മാവിൽ ദരിദ്രന്മാർ, ദൈവ ജീവനിൽ നിന്നും ദൈവീയ സ്വഭാവത്തിൽ നിന്നും ദൈവീയ സ്നേഹത്തിൽ നിന്നും ദൈവീയമായ ആ മനസ്സലിവിൽ നിന്നും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറവായത് കാണുമ്പം അതിനെക്കുറിച്ച് നമുക്കൊരു കരച്ചിൽ വേണം, ഒരു ദാരിദ്ര്യം നമുക്ക് വേണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുമ്പം അതിൻ്റെ 4-ന്റെ 11-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാവോ? ഞാൻ ഒന്ന് വായിക്കുകയാണെങ്കിൽ നല്ലതാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്, ദൈവത്തിൻ്റെ വെളിപ്പാട് പുസ്തകം വായിക്കുന്നവർക്കും വായിച്ച് കേൾക്കുന്നവർക്കും അതനുസരിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനമാണെന്നാണ് പറയുന്നത്. 11 വായിക്കാൻ നല്ലതാണ്. 4-ന്റെ 11, ഫിലിപ്പിയ ലേഖനം 4-ന്റെ 11-ാമത്തെ വാക്യത്തിൽ 11-12 വാക്യങ്ങൾ. താഴട്ട്. മതി. അവിടെ പറയുന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യം, ഞാൻ സമൃദ്ധിയിലിരിക്കാനും ദാരിദ്ര്യത്തിലിരിക്കാനും ഉള്ള അവസ്ഥയിലിരിക്കാനും എല്ലാം ഞാൻ ശീലിച്ചു. ഭൗതിക കാര്യത്തിലുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ശീലം നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെപ്പോഴും കൂടുതൽ നമ്മൾ ദാഹിക്കേണ്ടത്,
കൂടുതൽ നമ്മൾ വാഞ്ചിക്കേണ്ടത്, കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആത്മീയ കാര്യങ്ങൾക്കായിരിക്കണം. ആത്മീയമായിട്ട് വളരാൻ വേണ്ടിയിട്ട്, ദൈവത്തോട് ഒരു പടിയും കൂടെ ഓരോ ദിവസവും അടുക്കാൻ വേണ്ടിയിട്ട്. അത് ശരിക്ക് നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു ഇങ്ങനെയാണ്, ഇതിൻ്റെ ഈ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊണ്ട് ഞാൻ കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുവാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചുകൊണ്ട് സകലരെയും ശിഷ്യരാക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ കർത്താവ് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുവാൻ തക്കവണ്ണം. നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനങ്ങളെ പൂർണ്ണമായിട്ടും അതനുസരിക്കാനായിട്ട് നമ്മൾ ആദ്യം വായിച്ചപ്പോൾ ഇങ്ങനെ വായിച്ചു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. നമ്മൾ മോശയ്ക്ക് ദൈവം സീനായി പർവ്വതത്തിൽ വെച്ച് കൽപ്പന കൊടുത്തു, സമാന കൂടാരത്തെക്കുറിച്ചൊരു ചിത്രം കൊടുത്ത ഒരു പിക്ചർ കൊടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ പർവ്വതത്തിൽ വെച്ച് കാണിച്ച മാതൃക പ്രകാരം മാത്രമേ ഈ സമാന കൂടാരം പണിയാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മോശയുടെ ആയിരിക്കുന്ന ആശയങ്ങളോ മോശയുടെ താല്പര്യങ്ങളോ മോശയുടെ ബുദ്ധിയിലുള്ള കാര്യങ്ങളോ അതിലൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. കാരണം ഈ സമാപന കൂടാരത്തെ സമാപന കൂടാരമാക്കി വ്യത്യാസപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ ശക്തിനെയാണ്, അവിടെ പരിശുദ്ധാത്മാവാണ് ആ സാന്നിധ്യത്തെ വ്യത്യാസപ്പെടുത്തുന്നത് എന്നത് പറഞ്ഞ പോലെ, ദൈവത്തിൻ്റെ വചനം, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനല്ലേ. ഇത് കേട്ട് ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമേ പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ, കാറ്റുകൾ അടിക്കുമ്പോൾ, കോളുകൾ അടിക്കുമ്പോൾ, തിരമാലകൾ അടിക്കുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവനെ ഇളകാനായിട്ട് കഴിയത്തില്ല. അവൻ്റെ അടിസ്ഥാനം പാറയാകുന്ന ക്രിസ്തുവിലാണ്. അത് നമ്മൾ അടിവരയിട്ട് സൂക്ഷിക്കണം. അവിടെ പറയുന്നത് പിന്നെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആത്മാവിൽ ദരിദ്രന്മാർ ആത്മാവിൽ ദരിദ്രന്മാർ ഭാഗ്യവാന്മാർ, ദൈവരാജ് അവർക്കുള്ളതെന്ന് വായിക്കുന്നു. ആത്മാവിലുള്ള ആ ദാരിദ്ര്യാനുഭവം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ ആവശ്യമുണ്ട്. നമ്മൾ യോബേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളൊന്ന് വായിച്ച്, യോബേൽ പ്രവചന പുസ്തകം അതിൻ്റെ 11-12 വാക്യങ്ങൾ. യോബേൽ 2-ാം അധ്യായം 11-12. മതി. അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ഭൗതിക കാര്യങ്ങളുള്ള ബന്ധത്തിൽ ഭൗതിക അതുങ്ങളുടെ മേൽ ഒത്തിരി പ്രതിസന്ധികൾ ഇവിടെ കടന്നു വന്ന്, വെട്ടിക്കിളി, തുള്ളൽ പക്ഷി ചെയ്യുന്നത്, വെട്ടിക്കിളി നിന്ന്, വെട്ടിക്കിളി നിന്ന്, തുള്ളപ്പള്ളി ചെയ്യുന്നു, ഇങ്ങനെ സകലതും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഭൗതിക കാര്യങ്ങളാണ്. പക്ഷേ അവിടെ ഒരു ഉപവാസം പ്രസ്താവിക്കുമ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന പോലത്തെ ഒരു ഉപവാസത്തെക്കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവിടെ കൊടുത്തിരിക്കുന്ന കാര്യം, നിങ്ങളുടെ വസ്ത്രങ്ങളല്ല, ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഉപവാസം യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയങ്ങളെ തന്നെ കീറണം. അവിടെ ഭൗതിക കാര്യങ്ങളായിരുന്നു അവരുടെ വിഷയമെങ്കിൽ, നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഉപവസിക്കുമ്പം എങ്ങനായിരിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനായിരിക്കണം, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ എങ്ങനായിരിക്കണം, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ കാരണം പരീശന്മാർ ചെയ്യുമ്പോൾ ഇതെല്ലാം അവർ മറ്റുള്ളവർ കാണുവാനായിട്ടും മറ്റുള്ളവർ കേൾക്കുവാനായിട്ടും ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഉപവസിക്കുമ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് അറിയിക്കണം. ഇന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഉപവാസം 40 ദിവസവും 41 ദിവസവും 42 ദിവസമൊക്കെ ഉപവസിക്കുന്നവരുണ്ട്. പരസ്യം, അതിന് ഞാൻ എതിരല്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇക്കാര്യത്തിൽ എന്ത് പറയാമെന്നുള്ളതാണ് നമ്മുടെ പ്രാധാന്യം. ഒരാൾ പറയുന്നതോ ചെയ്യുന്നതോ അല്ല, ദൈവത്തിൻ്റെ വചനം ഇക്കാര്യത്തിൽ എന്ത് പറയുന്നുള്ളതാണ്. അവിടെ പറയുന്നത്, നമ്മളിത് ഈ കാര്യങ്ങളൊന്നും ഉപവസിക്കേണ്ടെന്നോ പ്രാർത്ഥിക്കണമെന്നല്ല. ഉപവാസാലും പ്രാർത്ഥനയല്ലാതെ ഈ വ്യാധി നമ്മളെ വിട്ട് നീങ്ങിപ്പോവുകയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉപവസിക്കുമ്പം എന്തിനാണ് നമ്മൾ ഉപവസിക്കേണ്ടത്? നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഭൗതികമായ കാര്യത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണോ ഉപവസിക്കേണ്ടത്? അല്ല, നമ്മുടെ ആത്മാവിൻ്റെ വിടുതലിന് വേണ്ടി. നമ്മുടെ ഉപവാസം ഓരോ ദിവസവും നമ്മുടെ അരിമനാഥനായ ദൈവത്തോട് അടുക്കുവാനും ദൈവ സ്വഭാവത്തോട് അനുരൂപരായി തീരുവാനുമായിട്ടാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അത് വളരെ അനുഗ്രഹിക്കപ്പെടും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം എന്നൊക്കെ പറയുമ്പം നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും അബ്രഹാമിനോട് പറഞ്ഞ്, നിന്നാൽ ലോകത്തിലെ സകല ജാതികളും
അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ആ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭൗതിക അനുഗ്രഹം അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ലോകത്തിലുള്ള ഒന്നിനെക്കുറിച്ചും അല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാം ആത്മീയമായിട്ടുള്ള കാര്യം. നിന്റെ സന്തതിയാൽ ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ അതിൻ്റെ താട്ട് വായിക്കുമ്പോൾ ഇനി വായിക്കുന്ന സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഈ ഭൂപ്രദേശത്തെ കൈവശമാക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. അതായത് ഹൃദയങ്ങളെ, അനേക ഹൃദയങ്ങളെ സൗമ്യതയുള്ളവർക്ക് നേടുവാൻ കഴിയും. അനേക ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കാനായിട്ട് കഴിയും. സൗമ്യതയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അനേക ഹൃദയങ്ങളെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ് നമ്മൾ പഴയതിലേക്ക് വായിക്കുന്നല്ലോ, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരുമെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തോടല്ല ചെവി തരാൻ പറഞ്ഞത്, ഭൂമിയിലുള്ള ജനത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നത് പറഞ്ഞ പോലെ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞാൽ അവർ ഭൂമിയെ കൈവശമാക്കും എന്ന് പറഞ്ഞാൽ ഈ ഭൂപ്രദേശം കൈവശമാക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് സൗമ്യതയുള്ളൊരു വ്യക്തിക്ക് അനേക ഹൃദയങ്ങളെ നേടുവാനായിട്ട്, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് കഴിയും. അതാണ് ശിഷ്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് അനേക ഹൃദയങ്ങളിൽ സൗമ്യതയുള്ളവർക്ക് അനേക ഹൃദയങ്ങളെ നേടാനായിട്ട് കഴിയും. അവരെ ഭാഗ്യവാന്മാരാണ്. അവർ ഭൂമിയെ കൈവശമാക്കും. ഭൂമിയെ കൈവശമാക്കും എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളെയും ദൈവത്തിലേക്ക് നേടുവാൻ അവർക്ക് ഇടയായിത്തീരുമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മൾ അതിനുള്ള ബന്ധത്തിൽ വായിക്കും. നമ്മുടെ മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹൃദയം എല്ലാറ്റിനേക്കാൾ കപടതയുള്ളതാണ്, വിഷമുള്ളതാണ്. അത് ആരാഞ്ഞറിയുന്നത് ആരെ എന്ന് നമ്മൾ യിരെമ്യാ പ്രവചന പുസ്തകം 17-ാം അധ്യായത്തിൽ 29-ാം 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് അങ്ങനെ. കാരണം ഹൃദയം 13-ാമത്തെ വാക്യത്തിൽ ഹൃദയം എല്ലാത്തിനേക്കാൾ കപടതയുള്ളതാണ്, വിഷമുള്ളത്. ഇത് ആരാഞ്ഞറിയുന്നത് ആരാണ്? ദൈവമാണ്. അപ്പം നമ്മുടെ ഹൃദയത്തെ നമ്മൾ താട്ട് വായിക്കുകയാണെങ്കിൽ അവിടുന്ന് വായിക്കുന്ന ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയം നമ്മളെപ്പോഴും ക്ലീനാക്കി ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. പലരും പറയാറുണ്ട്, ആ വ്യക്തി ദൈവത്തെ കാണുന്നു, അല്ലെ ആ വ്യക്തിയോട് ദൈവം സംസാരിക്കുന്നു, എന്നോട് ദൈവം സംസാരിക്കുന്നില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ക്ലീൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ശുദ്ധിയുള്ളതാണെങ്കിൽ, ശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. അവർക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയും. നമുക്ക് ദൈവത്തെ നിരന്തരം നമ്മുടെ ഹൃദയം കണ്ടുകൊണ്ട് ദൈവത്തെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോടുകൂടി നടന്ന് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. നമ്മൾ ദൈവത്തിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ശിഷ്യന്മാർ കൊടുക്കേണ്ട വിലയെക്കുറിച്ചൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ ഭൂമിയെ കൈവശം, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നീതിക്കായിട്ട് നമുക്കറിയാം, നമുക്ക് നീതി ലഭിച്ചവരാ അല്ലേ? ആരിൽ നിന്ന്? നമുക്ക് കർത്താവിൽ നിന്നാണ് നീതി ലഭിച്ചത് അല്ലേ? അല്ല, നമുക്ക് സ്വയമായിട്ട് നീതിയുള്ളവരല്ല, യേശുവിലൂടെയാണ് നമുക്ക് നീതി ലഭിച്ചത്. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്ക് അങ്ങനത്തെ ദാഹമുണ്ടോ? ദൈവമേ, അങ്ങ് നീതി ചെയ്തതുപോലെ എനിക്കും അതിനാവശ്യമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവത്തിൽ വസിക്കേണ്ട ആവശ്യമുണ്ട്. ആ ദൈവത്തിൽ നമ്മൾ ലയിച്ചു ചേരേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ നീതി ഉള്ളവരായി തീരാനായിട്ട്, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ കരുണയുള്ളവർ. അവർ പറയുന്നത് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടെന്ന് നമ്മൾ യാക്കോവിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. യാക്കോവിൻ്റെ ലേഖനം നമ്മൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കരുണയില്ലാത്ത ന്യായവിധിയുണ്ട്. കരുണ ന്യായവിധിയെ ജയിച്ചു പ്രശംസിക്കുന്നു. ഒരു വ്യക്തിക്ക് ഇനി ഒന്നുമില്ലെന്ന് തന്നെ കൂട്ടിക്കോ, അവന് കരുണ കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകർക്കും സദസ്യന്മാരെ അനേക വ്യക്തികളും കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാ. നിസ്സാരം ഞാൻ ഒരു കാര്യം പറയാം. ചില മൃഗങ്ങളുണ്ട്, പട്ടി. നമ്മളിങ്ങനെ ചിന്തിക്കാം, പട്ടി ചിലപ്പോൾ കുരയ്ക്കാറുണ്ട്. അതെങ്ങനെയാണ് അതിന് കരുണ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? അത് കുരച്ചോണ്ട് അത് ആഗ്രഹിക്കുന്നത്. എന്നതുപോലെ തന്നെ അനേകരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതായത് കരുണയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരുണ്ട്. അവർക്ക് കരുണ കൊടുക്കാനായിട്ടാണ്. കാരണം നമ്മൾ കരുണ ലഭിച്ചവരാണ്. കരുണ ലഭിച്ചവർക്ക് മാത്രമേ കരുണ കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. കരുണ ലഭിക്കാത്തവർക്ക് കരുണ കൊടുക്കാനായിട്ട് കഴിയത്തില്ല. അപ്പം നമുക്ക് ദൈവം കരുണ തന്നിട്ടുണ്ട്. ഈ കരുണ നമ്മൾ സ്വന്തം അനുഭവിക്കാനായിട്ടുള്ളതല്ല, ഇത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ളതെന്നാണ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കരുണ കൊടുക്കണം, സ്നേഹം കൊടുക്കണം, മനസ്സലിവ് കൊടുക്കണം, ദയ കൊടുക്കണം. ഇത് നമുക്ക് ദൈവം അവതാരികമായിട്ട്
യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ നമുക്ക് തന്ന സംഭവമാണ്. ഇത് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ സ്വയത്തെ നമ്മൾ മരണത്തിന് ഏൽപ്പിക്കണം. നമ്മളെ തന്നെ ഇല്ലാതായി തീരണം. നമ്മൾ ചാരമായി തീരുന്നിടത്ത് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അതൊരു ശിഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ശിഷ്യന്മാരെന്ന് പറയാൻ അവർ ഒരു ശിഷ്യനാണെങ്കിൽ അവന് കൊടുക്കേണ്ട ഒത്തിരി വിലകളുണ്ട് ദൈവസന്നിധിയിൽ. ആ വില നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ നിരന്തരം നമ്മൾ വായിക്കുന്നതുകൊണ്ട് ഈ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം, കഴുകണം എന്നൊക്കെ നമ്മൾ വായിക്കുമ്പം യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഞാനൊരു കാര്യം വായിക്കാൻ അയക്കുന്ന യാക്കോബിൻ്റെ ലേഖനം 4:8. അതെ, അവിടെ പറയുന്നത് പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖവും സന്തോഷവും വിഷാദവുമായി തീട്ട കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇവിടെ പാപികളെ എന്ന് പറഞ്ഞ് യാക്കോബ് വിളിക്കുമ്പോഴും ആരെ അവിടെ വിളിക്കുന്നത്? അവിടെ ഉള്ളവരൊക്കെ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരുമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പം നമ്മൾ ഇത് വായിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് പുറത്തുള്ളവരോടായിരിക്കും എന്ന്. പാപികളെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ട പോലെ സിനിമ കാണുന്നില്ല, പരസ്യമായിട്ട് പോയി ഷാപ്പിൽ കള്ളു കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ചീട്ട് കളിക്കുന്നില്ല, ഇങ്ങനെ ഭാഗ്യമായിട്ട് കുറേ പാപം എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ ദൈവവചനത്തിന് ദൈവഹിതത്തിന് വിരുദ്ധമായതൊക്കെ പാപമാണ്. ദൈവത്തിന് വേണ്ടി നന്മ ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ അത് പാപമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അതിനെ പാപമെന്നാണ് വിളിച്ചിരിക്കുന്നത്. ദൈവം പാപമെന്ന് വിളിക്കുന്നതിനെ ഞാനും പാപമെന്ന് വിളിക്കണം. ദൈവം വെറുക്കുന്നതിനെ ഞാനും വെറുക്കണം. ദൈവം അറപ്പെന്ന് പറയുന്നതിനെ ഞാനും അറപ്പെന്ന് പറയേണ്ടതായ ആവശ്യമുണ്ട്. ഇതൊരു ശിഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ട ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ താല്പര്യമുള്ള ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യം. ഇവിടെ പറയുന്നത് ഇരുമനസ്സിനെ കുറിച്ച്. ചിലർക്ക് ഇരുമനസ്സാണ്. കാരണം ചിലപ്പം അതിലൊക്കെ ഓടി ഇങ്ങനെ നടക്കും. അവർക്ക് സ്ഥിരതയില്ല. നമ്മൾ പറയില്ലേ, ആ വ്യക്തിക്ക് ഒരു സ്ഥിരതയില്ല, ഉപദേശത്തിൽ സ്ഥിരതയില്ല, വിശ്വാസത്തിൽ സ്ഥിരതയില്ല, ജീവിതത്തിൽ സ്ഥിരതയില്ല, ഒരു കാര്യത്തിൽ സ്ഥിരതയില്ല. ഇവനിങ്ങനെ ഒരു ഇരുമനസ്സിൻ്റെ അവസ്ഥയാണ്. രണ്ട് മൈൻഡാണ് അവന് എപ്പോഴും. ചിലപ്പോൾ വചനമൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു തീരുമാനമൊക്കെ എടുക്കും, ഇനിയും തൊട്ട് ഞാൻ നല്ല പുള്ളിയായി ജീവിക്കാം. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ആ നല്ല പുള്ളിത്തരം ഇതായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശക്തിയിലോ നമ്മുടെ കഴിവിലോ അല്ല നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്താൽ മാത്രം ദൈവത്തിന് നമ്മളെ സഹായിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കയറാം, നിങ്ങളുടെ ചിരി ദുഃഖമായി നിങ്ങളുടെ സന്തോഷം വിഷാദമായും തീരട്ടെ. അവിടെ പറയുന്നത് നിങ്ങൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കയറാം. എൻ്റെ ഈ ഇരുമനസ്സിനെ ഓർത്ത് കർത്താവേ, എനിക്ക് രണ്ട് മൈൻഡാണ്. എനിക്ക് സ്ഥിരമായിട്ട് അങ്ങയുടെ സന്നിധിയിൽ സ്ഥിരമായിട്ട് എനിക്ക് ഓടാൻ കഴിയുന്നില്ല, അങ്ങേ എനിക്ക് സ്ഥിരമായിട്ട് അനുഗമിക്കാൻ കഴിയുന്നില്ല, സ്ഥിരമായിട്ട് എനിക്ക് അങ്ങയിൽ വിശ്വാസത്തിൽ വസിക്കാൻ കഴിയുന്നില്ല, എനിക്കൊരു സ്ഥിരതയുടെ ആവശ്യമുണ്ട്. ദൈവത്തിന് വേണ്ടി വഹിക്കുന്ന നിങ്ങൾ ഒരുവൻ ജ്ഞാനം കുറവാണെങ്കിൽ ആരും പലസിക്കാതെ ശാസിക്കാതെ അവതാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിച്ചു കൊള്ളട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ദൈവത്തോട് യാചിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തോട് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ വേണ്ടി വായിക്കുന്ന അവൻ്റെ കണ്ണു മുമ്പിൽ സകലവും നഗ്നവും മലനവുമായി കിടക്കും. നമുക്ക് കാര്യമുള്ളത് അവരുമായിട്ടാണ്. ആരുമായിട്ട്? നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷകരുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഏത് വലിയ വീഴ്ചയായാലും ശരി, എത്ര വലിയ പരാജയമാണെങ്കിലും ശരി, നമ്മൾ നേരിട്ട് ചെല്ലണം. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഈ മേഖലയിൽ എനിക്കൊരു വീഴ്ച സംഭവിച്ചു, എനിക്കൊരു പരാജയം സംഭവിച്ചു, എൻ്റെ വാക്കിൽ ഞാൻ തെറ്റിപ്പോയി. ദൈവം നമ്മളെ രക്ഷിക്കാനായിട്ട് ശക്തനാണ്. ദൈവം നമ്മളെ രക്ഷിക്കാൻ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ വായിൽ നിന്ന് കേൾക്കണം നമ്മൾ വീണെന്ന്, നമുക്ക് രക്ഷ ആവശ്യമുണ്ടെന്ന് നമ്മൾ തന്നെ പറയണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ സഹായിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ അതിനെ തുടർന്ന് താഴ്ത്ത് വായിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യമാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. പിന്നെ പറഞ്ഞ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ ദൈവത്തിന് വേണ്ടി ചിന്തിക്കുന്ന പോലെ ഈ സമാധാനം, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്ന സമാധാനം ലോകം തന്ന പോലത്തെ സമാധാനമല്ല. നമ്മൾ സമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുഖാന്തരം നമ്മുടെ ഭവനത്തിൽ ആരെങ്കിലും സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന അവർക്ക് സമാധാനം കൊടുക്കുന്നവരായിരിക്കണം നമ്മൾ.
നമ്മൾ മുഖാന്തരം നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. നമ്മളൊരു വലിയ പ്രതിസന്ധിയുള്ള ഒരു പ്രശ്നമുള്ള ഒരു ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ടു. നമ്മളുടെ ഓരോ വാക്കുകൾ കൊണ്ടും അവിടെ ഒരു സമാധാനം, ഒരു ശാന്തത അവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാണെങ്കിൽ ആ സമാധാനം നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. ഉണ്ടാക്കുന്നവർ, അവിടെ പറഞ്ഞ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർന്നാ. അവിടെ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് അവിടുത്തെ വചനത്തിൽ വായിക്കുന്നത്. ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ എല്ലായ്പ്പോഴും കാണേണ്ട ഒരു കാര്യം, ഈ ദൈവിക സമാധാനത്തിൽ നമ്മൾ വസിക്കുന്നവരായിരിക്കണം. നമ്മുടെ കുറവിനെ ഓർത്ത് നമ്മൾ നിലവിളിക്കുന്നവരായിരിക്കണം. നമ്മൾ വിലാപങ്ങളുടെ പുസ്തകം, അതിൻ്റെ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 39-40 വാക്യങ്ങളൊന്ന് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3:39-40. മനുഷ്യൻ ജീവനുള്ളവൻ നെടുവീർപ്പിടുന്ന എന്തിന്? ഓരോരുത്തൻ താൻ്റെ പാപങ്ങളെക്കുറിച്ച് നെടുവീർപ്പിട്ട് നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന യഹോവയുടെ അടുക്കലേക്ക് തിരിയുക. നാം കൈകളെയും ഹൃദയങ്ങളെയും സ്വർഗസ്വനായ ദൈവത്തിലേക്ക് ഉയർത്തുക. അവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ ജീവനുള്ളവൻ നെടുവീർപ്പിടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ നെടുവീർപ്പിട്ട കാര്യം ഓരോരുത്തൻ താൻ്റെ പാപങ്ങളെക്കുറിച്ച് നെടുവീർപ്പിടട്ടെ. ഇവിടെ നമുക്കറിയാം ഇസ്രായേലിൻ്റെ പരാജയങ്ങളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും അവർ തെറ്റിപ്പോയ അവസരങ്ങളിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. സഹോദരന്മാരെ, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിച്ച കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വേദത്തിൽ വായിക്കുന്ന ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക് ബുദ്ധിപരീക്ഷത്തിനായി എഴുതിയിരിക്കുന്ന അവർക്ക് സംഭവിച്ചതുപോലെ നാമും അവരെപ്പോലെ ദുർമോഹികളായി തീരരുത് എന്ന് ദൈവത്തിൻ്റെ വേദത്തിൽ വായിക്കുന്നു. അവരെല്ലാം സ്നാനപ്പെട്ടവരാണ്, ചെങ്കടലിൽ കടന്നവരാണ്, ചോരത്തളി ആചരിച്ചവരാണ്, പരിശുദ്ധാത്മാവാകുന്ന ആ മേഘസ്തംഭത്തിൽ ഒക്കെ കടന്നുപോയവരാണ്. എങ്കിലും അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നമ്മളിൽ പ്രസാദിക്കണം. നമ്മൾ ചിന്തിക്കാറുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവം പരിശുദ്ധാത്മാ സാക്ഷി കൊടുത്തൊരു കാര്യം സ്നാനപ്പെട്ട സമയത്ത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാനിവനിൽ പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരിലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യണം. അവിടെ പറയുന്ന അവരിൽ മിക്ക പേരിലും അവരാരാണ്? ചോരത്തളി ആചരിച്ചവരാണ്, ചെങ്കടൽ സ്നാനത്തിൻ്റെ മുൻകുറിയാണ്. അവർ മരുഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ അവർ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി തൂണായി ദൈവം അവരെ വഴി നടത്തി. അവരിൽ മിക്ക പേരും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടത് നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് ദൈവജനത്തിൻ്റെ പ്രത്യേകതകൾ, ദൈവജനത്തിൻ്റെ സത്യങ്ങൾ ഞാൻ പലപ്പോഴും വായിക്കുമ്പം അനേക ഉന്നതന്മാരുടെ തെറ്റുകൾ പലപ്പോഴും മറച്ചു വെക്കുമ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എല്ലാവരുടെയും തെറ്റുകൾ എടുത്ത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ ഉത്സാഹത്തിന് വേണ്ടി, നമ്മുടെ മടങ്ങിവരവിന് വേണ്ടി, നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി, നമുക്ക് ദൈവത്തോട് കൂടുതൽ യഥാസ്ഥാനപ്പെടാനുള്ള ഒരവസരത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ഇതെല്ലാം കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലവിളിക്കേണ്ട കാര്യം എന്തിനു വേണ്ടിയാണ്? നെടുവീർപ്പിട്ട് ഓരോരുത്തൻ താൻ്റെ പാപങ്ങളെക്കുറിച്ച് നെടുവീർപ്പിട്ട് നാം നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് നോക്കുക. നമ്മുടെ നടപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലം കൊണ്ട് നമ്മുടെ ജീവിതത്തെ കാണിക്കുന്ന കാര്യമാണ്. നമ്മുടെ ആ ജീവിതം, നമ്മുടെ കൈകളെ വെടിപ്പാക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ വെടിപ്പാക്കുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ഹൃദയത്തെ അവിടെ പറഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ള വായിച്ചല്ലോ. അപ്പോൾ യാക്കോലൊക്കെ പറഞ്ഞുകൊണ്ട് കൈകളെ വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ, നമ്മൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലുകളിൽ, നമ്മൾ പെരുമാറ്റത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകളെക്കുറിച്ച് അവിടെയെല്ലാം നമുക്ക് കുറവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കും, പറയും, കർത്താവേ ഞങ്ങളിതിന് യോഗ്യരല്ല, ഞങ്ങളിതിന് അപ്രാപ്തരാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ പരീക്ഷയുടെ സമയത്ത് ആ യാഥാർത്ഥ്യത്തെ നമുക്ക് യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെയാണ് ദൈവം നമ്മളെ നോക്കുന്നത്, നമ്മുടെ വിശ്വസം നോക്കുന്നത്. നമ്മളെല്ലാ മേഖലകളിലും എന്തായിരിക്കണം? നമ്മൾ വിശ്വസ്തരായിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മളെ ആക്കിയിരിക്കുന്ന ഓഫീസിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മൾ എവിടെയൊക്കെ ദൈവം ആക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മളിലൂടെ അനേകരെ ദൈവത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമ്മൾ അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവരായിത്തീർന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ അവിടുന്ന് വായിക്കുക, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉദരിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ.
ഇവിടെ പറയിക്കുന്ന നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയൊക്കെ അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു. നമുക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ തന്നെയല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും അവർ അങ്ങനെ തന്നെ പറഞ്ഞു. എൻ്റെ യേശുവിനോട് പറഞ്ഞ, നീ ഭൂതങ്ങളെ കൊണ്ടാണ് നീ ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്ത്, നീ ഭൂതത്തിൻ്റെ തലവനാണ്, നീ തച്ചൻ്റെ മകനാണ്, നീ മോശപ്പെട്ട നിലയിലുണ്ടായ ആളാണ് എന്നൊക്കെ കർത്താവിനോട് ഒത്തിരി പരിഹസിക്കാനായിട്ട് ഇടയായി. നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പം സന്തോഷിച്ച് തുള്ളിച്ചാടാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് കഴിയുന്നുണ്ടോ? ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും എന്നെക്കുറിച്ച് മോശമായിട്ട് പറയുന്ന കേൾക്കുമോ ആണെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ കാര്യത്തിന് ഞാൻ പരിഹാരം വരുത്തി മാനസാന്തരപ്പെടും. നമ്മുടെ ജീവിതത്തിൻ്റെ അല്ല എന്ന് വെച്ച് കൂട്ടിക്കുമോ? നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ കാര്യം തെളിയിക്കാനല്ല പോകേണ്ടത്, നമ്മൾ സന്തോഷിക്കണം, നമ്മൾ ഉല്ലസിക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായിട്ട് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ, നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായിട്ട് പറയുമ്പോൾ നമ്മുടെ അരിമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ പറഞ്ഞു, നീ 3 ദിവസം കൊണ്ട് നീ ദേവാലയം പണിയുമെന്ന് പറഞ്ഞു. ആ പണിയെന്ന് പറഞ്ഞ നീയാണോ ഇപ്പോൾ ക്രൂശേ കിടക്കുന്നത്? കള്ളനും പറഞ്ഞു, നീ നിന്നെ രക്ഷിക്കും, ഞങ്ങളെയും രക്ഷിക്കേ. ക്രൂശേ കിടക്കുന്ന യേശുവിനോട് താഴെ നിന്ന് വെല്ലുവിളിക്കുക. ഇതേപോലത്തെ പരീക്ഷകൾ ഇന്ന് നമുക്കും വരും. അവൻ്റെ പള്ളിയിൽ പോകുന്നുണ്ട്, അവൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളുടെ മേലും, എന്നിട്ട് നിനക്ക് എന്നാ രോഗം എന്നാ, നീ പ്രാർത്ഥിച്ചിട്ട് എന്നാ മാറാത്തത്, എന്നാൽ നീ പ്രാർത്ഥിച്ചങ്ങ് മാറ്റ്. ഇങ്ങനെയുള്ള പല വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കും അവരോട് പ്രതികരിക്കാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാകും. അവിടെയാണ് ശരിക്കും നമ്മൾ ക്രൂശ് എടുക്കേണ്ടത്. ആ പ്രതികരണത്തെയാണ് നമ്മൾ യാഗപീഠത്തിൽ അർപ്പിക്കേണ്ടത്. അവിടെ നമ്മുടെ ജഡത്തെ നമ്മൾ ക്രൂശീകരിക്കേണ്ടത്. അവിടെ നമ്മുടെ ജഡത്തെ നമ്മൾ മരണത്തിന് ഏൽപ്പിക്കേണ്ടത്. യേശുവിൻ്റെ ജീവിതത്തിൽ അനേക വെല്ലുവിളികൾ വന്നു. നീ യഹൂദന്മാരുടെ രാജാവ്, നീ രാജാവാണെ ഇറങ്ങി വാ. ഇതേപോലുള്ള ഒത്തിരി പരീക്ഷകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കും സഹോദരന്മാരെ കടന്നു വരും. അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ മരണത്തിന് ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവ് പറഞ്ഞ്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നാൾ തോറും തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത്. നമ്മളെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെയും സ്വന്തം താല്പര്യങ്ങളെയും സ്വന്തം അഭിപ്രായങ്ങളെയും അഭിലാഷങ്ങളെയും വേണ്ടെന്ന് വെച്ചിട്ട് അവിടെയെല്ലാം നമ്മൾ മരണത്തിന് നമ്മളെ ഏൽപ്പിക്കുന്നിടത്ത് മാത്രമേ ദൈവത്തിൻ്റെ ജീവൻ്റെ വ്യാപ്തി നമ്മളിൽ കൂടുതൽ പുറത്തേക്ക് വരികയും അത് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുകയും ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രയാസമാണ്. ഇങ്ങനെയുള്ള വ്യക്തിയാണ് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരാനിടയായി തീരുന്നത്. അവിടെ വായിക്കുന്ന നീതിമുത്തങ്ങൾ ഉപയോഗിക്കുന്ന ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫലം ഈ ഭൂമിയിലല്ല, നമ്മുടെ ഇതിൻ്റെ പ്രതിഫലം എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് കിട്ടുന്നത്. സഹോദരന്മാരെ, ഇന്നെല്ലാവരും ഭൂമിയിലെ പ്രതിഫലം നോക്കുന്നത്. ഇതിൻ്റെ എല്ലാം പ്രതിഫലം, ഇതെല്ലാം നമ്മൾ സഹിക്കുകയാണെങ്കിൽ, ഇതെല്ലാം നമ്മൾ സഹിക്കുന്നതിൻ്റെ അനന്തരഫലം, ഇതിൻ്റെ പ്രതിഫലം നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് കിട്ടുന്നത്. ആ പ്രതിഫലങ്ങളെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വായിക്കുന്ന, വിശ്വാസന നായകനും പൂർത്തിവെത്തുവാനെ ശ്രദ്ധിച്ചു, തൻ്റെ മുന്നേ വെച്ച് സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. നമ്മുടെയും മുന്നിൽ ഒരു സന്തോഷം വെച്ചിട്ടുണ്ട്, ഒരു നിത്യതയുണ്ട്. അത് ഓർക്കുമ്പം ഈ ഭൂമിയിലെ എല്ലാ അപമാനങ്ങളും നമ്മൾ അലക്ഷ്യമായിട്ട് എണ്ണേണ്ടതായ ആവശ്യമുണ്ട്. നമുക്ക് മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. അവൻ്റെ ക്രൂശ് നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് നോക്കണ്ടേ. ആ ക്രൂശ് നമ്മുടെ കണ്ണുമുമ്പിൽ നിന്ന് മാറ്റുകയാണ് ഓരോ പരീക്ഷകളിലും സംഭവിക്കുന്നത്. ആ ക്രൂശിൻ്റെ ചിത്രം നമ്മളിൽ നിന്ന് മാറ്റുവാണ്. അത് മാറാൻ നമ്മൾ അനുവദിക്കരുത്. അതിനെ നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ വായിക്കുന്ന, നിങ്ങൾക്ക് സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചത്. നമുക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെ എല്ലാം അങ്ങനെ തന്നെ ഉപദ്രവിച്ചിരിക്കുന്നത്. അപ്പം നമുക്കും അത് തന്നെ കിട്ടാൻ വഴിയുള്ളൂ. നമ്മൾ ഈ ദൈവ വഴിയിലാണ് നടക്കുന്നെങ്കിൽ. ക്രിസ്തു ജീവിതം എന്ന് പറഞ്ഞാൽ പട്ടുമത്തെ അല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ക്രിസ്തു ജീവിതം എന്ന് പറഞ്ഞാൽ നീ കർത്താവിനെ അറിഞ്ഞാൽ മതി, നിനക്ക് ലോകത്തിൽ വീട് കിട്ടും, കാറ് കിട്ടും, രോഗസൗഖ്യം കിട്ടും എന്നൊക്കെ നമുക്ക് ഒത്തിരി കേൾക്കാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയാത്ത കാര്യം ഇതെല്ലാം. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ്, അതായത് ഒരുവൻ കർത്താവിനെ അനുഭവിക്കാൻ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞ്, കുറുനാരികൾക്ക് വീടുണ്ട്, എനിക്ക് വീടുമില്ല, ഒന്നുമില്ല. എന്നെ അനുഗമിക്കുന്നവർക്ക് പത്രോസ് എല്ലാം പറഞ്ഞ ശേഷം ഞങ്ങളെല്ലാം വിട്ടു, ഞങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടതയുണ്ട്. പക്ഷേ ഈ കഷ്ടതയുടെയൊക്കെ മധ്യത്തിൽ, ഇതിൻ്റെയൊക്കെ അന്ത്യത്തിലാണ് നമുക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി വായിക്കും, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തുകൊണ്ട് സാരം വരുത്തും? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. നമ്മളെ വിളിച്ചിരിക്കുന്ന ഭൂമിയുടെ ഉപ്പായിട്ടാണ്. അതായത് നമുക്കറിയാം, ഉപ്പ് മീനൊക്കെ ചീഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന. ഇന്ന് പാപത്താൽ ചീഞ്ഞ് നിൽക്കുന്ന വ്യക്തികളുടെ അടുക്കൽ നമ്മളെ എന്താക്കിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്?
നമ്മൾ ഉപ്പുള്ളവരായിരിക്കണം. ഉപ്പിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഞാൻ പറയുന്നത്, ഉപ്പ് നിങ്ങളുടെ വായിലെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതും കേൾക്കുന്നവർക്ക് ആത്മീയവർദ്ധന വരുത്തുന്നതും ആയിരിക്കണം. അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ നമ്മൾ ഭൂമിയുടെ ഉപ്പായിട്ടാണ് നമ്മളെ ആരെ വിളിച്ചിരിക്കുന്നത്? കർത്താവിൻ്റെ ശിഷ്യന്മാരാകാനായിട്ട് ആഗ്രഹിക്കുന്നവരെ വിളിച്ചിരിക്കുന്ന ഭൂമിയുടെ ഉപ്പാകാനായിട്ടാണ്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരാശ്വാസമായിരിക്കണം, അവരുടെ ഹൃദയത്തിൽ ആനന്ദം പകർന്നതായിരിക്കണം, അവരെ ഉത്സാഹിപ്പിക്കുന്നതായിരിക്കണം. നമ്മളൊരു എവിടെ ജോലി ചെയ്താലും ആരുടെ മധ്യത്തിലായാലും ദൈവത്തിൻ്റെ, നമ്മൾ പലരും ഇങ്ങനെ പറയാറുണ്ട്, അതായത് ഈ ചേരത്തിന് നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുമുറി. ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരു നാട്ടിൽ ചെന്നിട്ടും അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ മക്കൾക്ക് എപ്പോഴും, അതായത് ഇവിടുന്ന് ഇപ്പം അമേരിക്കയിൽ ചെന്നാലും ഇംഗ്ലണ്ടിൽ ചെന്നാലും എവിടെ ചെന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവത്തിൻ്റെ മക്കൾക്ക് എല്ലായിടത്തും ഒരേ നിലവാരമേ ഉള്ളൂ. അല്ലാതെ ആ നാടിൻ്റെ ഇതനുസരിച്ചുള്ള ജീവിതം നമുക്ക് നയിക്കാനായിട്ട് കഴിയത്തില്ല എന്നങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഇപ്പം ജീവിക്കാൻ കഴിയുമോ? ഇതാർക്ക് കഴിയുന്ന കാര്യമാണ്? യേശു ജീവിച്ചതുപോലെ ജീവിപ്പാൻ കഴിയത്തില്ലെന്നുള്ള സത്യമായ കാര്യമാണ്. അതിനാണ് ദൈവം നമ്മുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്. ഈ തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ സ്വന്തം ശക്തിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ച്, നമ്മൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറഞ്ഞു. ഉപ്പ് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടാനല്ലാതെ മറ്റൊന്നിനെ പിന്നെ കൊള്ളുന്നതല്ല. നമുക്കറിയാം, ഉപ്പ് ഒരു കാലത്ത് മറ്റ് കൃഷികൾക്ക് പോലും ഒരു വളമായിട്ട്, ഞാൻ ഓർക്കുന്നത് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ വീട് തെങ്ങുള്ളപ്പോൾ തെങ്ങിൻ്റെ മണ്ടേ കയറ്റി ഉപ്പിട്ട് കൊടുക്കുമായിരുന്നു. കാരണം അങ്ങനെ ഒത്തിരി ഇന്നിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഉപ്പിനൊത്തിരി. അതുപോലെ നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ ലേവ്യ പുസ്തകം വായിക്കുമ്പം അതിൻ്റെ 2-ാം അധ്യായത്തിൽ ഒരു 2:13 വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്ന ലേവ്യ പുസ്തകം അതിൻ്റെ 2:13. ലേവ്യ പുസ്തകം ഉപ്പ്, അതായത് നിന്റെ ഭോജനയാഗങ്ങൾ അതിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ഉപ്പ് ഭോജനയാഗത്തിൽ ഇല്ലാതിരിക്കരുത്. അത് എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. ഉപ്പ് നമ്മൾ കേട്ട് യാഗത്തിലെല്ലാം ഉപ്പുണ്ട്. ഇതെല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളെല്ലാം ഇപ്പോഴും അങ്ങനെയുള്ളവരായിരിക്കണം. കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുപോലെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാന്ന് വായിച്ചു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് ആരും പറയുടെ കീഴല്ല തണ്ടിന്മേൽ അത്ര വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. നമുക്കറിയാം, പറയുടെ കീഴിൽ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് ചിന്തിക്കുന്നത്? പറയുടെ കീഴിൽ വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിച്ചമുണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള വെളിച്ചം ഉള്ളിലുണ്ട്. ഇപ്പം ചിലർ ചിന്തിക്കുന്നത് അങ്ങനെ നമ്മളങ്ങ് സ്നേഹിക്കാനായിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി നഷ്ടമൊക്കെ സഹിക്കേണ്ടി വരും. അപ്പം നമ്മുടെ ജഡമാകുന്ന ഈ പറയിലകത്ത് വെളിച്ചമുണ്ട്. പക്ഷേ ഇതൊന്നും തകർന്നാൽ മാത്രമേ അത് പുറത്തേക്ക് വരികയുള്ളൂ, മറ്റുള്ളവർക്കൊരു പ്രകാശമായി തീരുകയുള്ളൂ. നമ്മുടെ വീട്ടിനകത്തുള്ളവർക്ക് നമ്മൾ വെളിച്ചം കൊടുക്കണം. നമ്മൾ വയ്ക്കുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. യേശു ലോകത്തിലായിരുന്നപ്പം യേശു ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു. യേശു ഈ ഭൂമിയിൽ നിന്ന് പോയപ്പം തൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന നമ്മളോട് പറഞ്ഞു, ഇനി നിങ്ങളാണ് ലോകത്തിൻ്റെ വെളിച്ചം. നിങ്ങൾ വേണം നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പ്രതിഫലിപ്പിക്കാനായിട്ട് ഇടയായിത്തീരണം. നമ്മൾ ക്രിസ്തുവിൻ്റെ അംബാസഡർമാരായിട്ട് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കണം. സഹോദരന്മാരെ, ഇത് കേൾക്കുമ്പം രസം, പറയുമ്പോഴും സുഖം. ഒരു സത്യം പറയാം, ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ വെളിച്ചമായി തീരുക എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കേണ്ട ഒരു വില കൊടുക്കണം. നമ്മളെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. എല്ലാ മേഖലകളിലും നമ്മളെ തകർക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ വ്യാപ്തിയിലേക്ക് നമുക്ക് വരാനായിട്ട് കഴിയത്തുള്ളൂ. പലപ്പോഴും നമുക്കുള്ളിൽ പ്രകാശമുണ്ട്. ആ പ്രകാശം എങ്ങനെ വായിക്കുന്നത്? അവനിൽ ജീവനുണ്ടായിരുന്ന ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു. യേശുവിനുണ്ടായിരുന്ന ജീവൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അത് മനുഷ്യർക്ക് പ്രകാശം കൊടുക്കാൻ കഴിഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ നമുക്കറിയാം, വക്രതയും കോട്ടവും നിറഞ്ഞ ഈ തലമുറ നടുവിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അന്യനായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം,
വാദവും തർക്കവും പിറുപിറുപ്പും കൂടാതെ എല്ലാം ചെയ്യണം. അവർ മുമ്പിൽ നമ്മുടെ വെളിച്ചം പ്രകാശിക്കണം. നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ നിങ്ങൾ പ്രകാശിക്കണം. നമ്മളിങ്ങനെ വക്രതയുള്ള എല്ലാ നിലകളിലും മറ്റുള്ളവരെ വക്രിക്കാനുള്ള ഒരു താല്പര്യമുള്ള ഒരു തലമുറയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. പക്ഷെ അവരുടെ മധ്യത്തിൽ നമ്മൾ വക്രതയില്ലാത്തവരായി തീരുന്നതാണ് വെളിച്ചമായി തീരുക എന്ന് പറഞ്ഞത്. നമ്മൾ കള്ളം പറയേണ്ട സാധ്യത കള്ളം പറയാതിരിക്കുക. നമുക്ക് നഷ്ടം വരുന്ന മേഖലകളിലൊന്നും നമ്മൾ കള്ളം പറയാതെ നഷ്ടം സഹിച്ചാലും ദൈവത്തിന് വേണ്ടി വായിക്കുന്ന നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ ഇതുവരെ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നമ്മൾ പാപം ചെയ്യേണ്ട വന്നാലും നമ്മൾ മരിക്കേണ്ട വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പാപത്തോട് നമ്മൾ എതിർത്ത് നിൽക്കേണ്ടതായ ആവശ്യമുണ്ട്. പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് എല്ലായ്പ്പോഴും അന്യപ്പെടുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, നമ്മൾ ലോകത്തിൻ്റെ ഉപ്പായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ലോകത്തിൻ്റെ വെളിച്ചമായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ കരുണ പറഞ്ഞു കൊടുക്കണം. കരുണയില്ലാത്തവന് കരുണയില്ലാത്ത ന്യായവിധിയുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടു. ദൈവത്തിൻ്റെ വേദത്തിൽ വായിക്കുന്നു, കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ യാഗത്തിലല്ല കരുണയിലത്രേ പ്രസാദിക്കുന്നത്. അപ്പം യാഗത്തേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കരുണ കാണിക്കുക. നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പം സഹോദരന്മാരെ നമുക്ക് ആവശ്യമായിരിക്കുന്ന എന്താ? ദൈവത്തിൽ നിന്ന്. എനിക്ക് ദൈവത്തിൽ നിന്ന് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയുമാണ് എനിക്ക് അനുദിന ദൈവത്തിൽ എനിക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കരുണയും ഈ ദൈവത്തിൻ്റെ കൃപയുമാണ് നമ്മൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കേണ്ടത്. ഇത് ദൈവത്തിൽ നിന്ന് അനുദിന ജീവിതത്തിൽ പ്രാപിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത് നമുക്ക് ആവശ്യമായിരിക്കുന്നു. നമ്മളെ തന്നെ താഴ്ത്താം, സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ.